കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഷ്ട്രീയ കൊടുങ്കാറ്റായിരുന്നു അല്ലേ, വിവാദങ്ങളുടെ കൊടുങ്കാറ്റായിരുന്നു കേരളത്തിൽ. ഇനിയിപ്പോൾ ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ഈ സഭാ സമ്മേളന കാലയളവിലും നമുക്കത് പ്രതീക്ഷിക്കാം. നിയമസഭയിൽ എന്തായിരിക്കും ബഹളം എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ADGP ഉണ്ട്, P ശശിയുണ്ട്, പൂരം കലക്കലുണ്ട്, അൻവർ PR വിവാദം ഏറ്റവും ഒടുവിൽ അതുകൂടി കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും പ്രതിപക്ഷത്തിന് ആഞ്ഞടിക്കാൻ. മാത്രമല്ല അൻവർ MLA പുതിയ ഇരിപ്പിടത്തിലേക്ക് മാറുകയാണ്. നടുക്കിരിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിൽ അത് സാങ്കേതികമായി നടക്കാത്തത് കൊണ്ട് പക്ഷെ പുതിയ ഇരിപ്പിടത്തിലേക്ക് മാറുകയാണ് ഇടതു മുന്നണി വിട്ടതുകൊണ്ട് തന്നെ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ച ആദ്യ ദിവസം, അതായത് ഇന്ന് സഭ പിരിയും. പക്ഷെ തുടർന്ന് അങ്ങോട്ടുള്ള 9 ദിവസങ്ങൾ 8 ദിവസങ്ങൾ പ്രക്ഷുബ്ധമായിരിക്കും തീർച്ചയായിട്ടും. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, അപ്പോൾ വിഷയങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത ഒരു സഭാ സമ്മേളന കാലയളവാണ് ഇന്ന് ആരംഭിക്കുന്നത്. പക്ഷേ സഭ ചേരുമ്പോൾ ചില അജണ്ടകൾ ഉണ്ടാകാറുണ്ട്. അതിനൊപ്പം അതെല്ലാം നടക്കുമോ എന്നുള്ള സംശയം നമുക്കുണ്ട്. ഇന്നിപ്പോൾ സഭ പെട്ടെന്ന് തന്നെ പിരിയും. പക്ഷേ ഈ വരുന്ന ദിവസങ്ങളിൽ എത്രത്തോളം പ്രക്ഷുബ്ധമായിരിക്കും അൻവറിൻ്റെ മാറ്റം, ഈ പുതിയ ഇരിപ്പിടത്തിലേക്കുള്ള മാറ്റം അടക്കം എന്തൊക്കെ കാണണം സഭയിൽ? ആകെ 9 ദിവസമാണ് ഈ സമ്മേളന കാലയളവിൽ സഭ ചേരാൻ പോകുന്നത്. അതിൽ 8 ദിവസവും സഭ പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രയധികം വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുണ്ട്. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കാൻ എണ്ണം പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദമായിട്ടുള്ള ഈ മലപ്പുറം പരാമർശവും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന PR ഏജൻസികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ തുടക്കമിടുകയാണെങ്കിൽ PV അൻവർ ആദ്യഘട്ടത്തിൽ വിമർശനമുയർത്തിയ SP നിന്ന് തുടങ്ങി പിന്നീട് അത് ADGP-യിലേക്കും പിന്നീട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്കും ഒടുവിൽ മുഖ്യമന്ത്രിയിലേക്കും എത്തി നിൽക്കുന്ന നിരവധി വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, അതുണ്ടാക്കിയ കോളിളക്കം, പിന്നീട് അൻവർ CPM-ൽ നിന്നും അല്ലെങ്കിൽ LDF-ൽ നിന്ന് തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, അദ്ദേഹത്തിൻ്റെ പുതിയ ഇരിപ്പിടത്തിലേക്ക് പോകുന്ന വിഷയങ്ങൾ, പിന്നീട് തൃശ്ശൂർ പൂരം കലക്കൽ, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ നടപടിയെടുക്കാത്തത്, ADGP-ക്കെതിരായ തുടർ വിമർശനങ്ങൾ, വെളിപ്പെടുത്തലുകൾ, പിന്നെയാണ് ഏറ്റവും ഒടുവിലാണ് ഈ PR വിവാദവും ഒക്കെ വന്നത്. എന്തായാലും മുഖ്യമന്ത്രി വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഒരു പ്രതിരോധമൊരുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരവും. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുള്ള സ്ഥലങ്ങളിലേക്കോ ആളുകൾക്കൊക്കെ അതിക്രമിച്ച് കയർന്ന് എത്താൻ കഴിയുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണോ, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ആളുകളൊക്കെ തൻ്റെ ഓഫീസിലേക്ക് എത്തുന്നത് പോലും കൃത്യമായി പറയാൻ കഴിയാതെ മുഖ്യമന്ത്രി പ്രതിരോധത്തിലാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. വിമർശനങ്ങളൊക്കെ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി കൃത്യമായി ഒരു ചിരി ചിരിച്ച് അത് ഒഴിവാക്കി വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. എന്തായാലും ഇന്ന് തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിലും ഈ വിഷയങ്ങളൊക്കെ പ്രതിപക്ഷം കൃത്യമായി ഉന്നയിക്കും. ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇപ്പോൾ അധികാരത്തിലെത്തിയിട്ട് ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുന്ന ഒരു നിയമസഭാ സമ്മേളനമായിരിക്കും ഉണ്ടാകുന്നത്. കാരണം മുഖ്യമന്ത്രിക്ക് കൃത്യമായി മറുപടികൾ പറയാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. മുഖ്യമന്ത്രിക്ക് കൃത്യമായ പ്രതിരോധമൊരുക്കാൻ CPM തയ്യാറാകാത്ത ഒരു സാഹചര്യം കൂടി നമ്മൾ ഇക്കാര്യത്തിൽ കാണേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഏറ്റവും പുതിയ PR വിവാദമൊക്കെ വന്നതിന് ശേഷം CPM-ന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ളത് കൂടി ഇക്കാര്യത്തിൽ ശ്രദ്ധേയമാണ്. അങ്ങനെ നിയമസഭാ സമ്മേളനത്തിന് ഒരുങ്ങുമ്പോൾ വളരെ ദുർബലനായി മുഖ്യമന്ത്രി നിൽക്കുന്നു. കൃത്യമായ പ്രതിരോധമൊരുക്കാൻ പാർട്ടി സംവിധാനങ്ങൾ പോലും തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ 1-2 മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് അനുകൂലമായി പ്രതികരിച്ചു എന്നതിനപ്പുറത്തേക്ക് CPM-ന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ആരും തന്നെ കൃത്യമായ ഒരു പ്രതിരോധമൊരുക്കി മുഖ്യമന്ത്രിക്ക് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച പ്രത്യേകിച്ച് ഈ ഏറ്റവും പുതിയ വിവാദങ്ങൾ വരുമ്പോൾ, പക്ഷേ അൻവറിൻ്റെ വിവാദമൊക്കെ വന്ന സമയത്ത് മുഖ്യമന്ത്രി കൃത്യമായ ഒരു ഗെയിം കളിച്ചു. ആ ഗെയിം കളിക്കുന്നതിനൊപ്പം തന്നെ CPM സംസ്ഥാന നേതൃത്വമൊക്കെ കൃത്യമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്ന നിലയിലേക്ക് വരേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയെടുത്തു മുഖ്യമന്ത്രി എന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷം പിന്നീട് വീണ്ടും ഈ ഹിന്ദു വിവാദവും ഈ PR ഏജൻസി വിവാദവും ഒക്കെ ശക്തമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ആ രീതിയിലുള്ളൊരു പ്രതിരോധമൊരുക്കാൻ അല്ലെങ്കിൽ ആ രീതിയിൽ മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാൻ പാർട്ടി കേന്ദ്രങ്ങൾ തയ്യാറായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇന്നു മുതൽ നിയമസഭാ സമ്മേളനവും തുടങ്ങുന്നത്. ആ നിയമസഭാ സമ്മേളനത്തിൽ ഇന്നത്തെ ദിവസം പക്ഷേ കാര്യമായ വിമർശനങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് ഒരു അനുശോചനമൊക്കെ അർപ്പിച്ച് സഭ പെട്ടെന്ന് പിരിയും. പക്ഷേ തിങ്കളാഴ്ച മുതൽ കൃത്യമായ രീതിയിലുള്ള
വിമർശനങ്ങളുമൊക്കെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. ഈ വിഷയങ്ങളെല്ലാം തന്നെ അടിയന്തര പ്രമേയമായിട്ട് സഭയിലെത്തിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. നേരത്തെ ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച്, അതായത് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയേണ്ട പല ചോദ്യങ്ങളും നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ, അത് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കി മാറ്റിയെന്ന രീതിയിലുള്ള പരാതിയൊക്കെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. എന്നാൽ അതിന് കൃത്യമായൊരു വിശദീകരണം നൽകാൻ നിയമസഭയ്ക്കോ സ്പീക്കറിനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒട്ടനവധി വിമർശനങ്ങളും വിഷയങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. അതിൽ മറുപടി മുഖ്യമന്ത്രി പറയാതിരിക്കാൻ നിയമസഭയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ നിൽക്കുന്നു. അങ്ങനെ സംഭവബഹുലമായ 8 ദിവസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ദിവസം ഒഴിച്ചു നിർത്തിയാൽ പിന്നീടുള്ള ദിവസങ്ങളെല്ലാം നിയമസഭ ചേരുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ശക്തമായി കത്തിക്കയറും. അതിന് പ്രതിപക്ഷം വിമർശനങ്ങൾ ഉന്നയിക്കും. ഒപ്പം തന്നെയാണ് നിയമസഭയിൽ ഏറ്റവും ശ്രദ്ധേയമാകുക ഈ LDF-മായി അകന്ന PV അൻവർ ആദ്യമായി നിയമസഭയിൽ ഇരിക്കുന്നു എന്നുള്ളൊരു തീർച്ചയായും പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ PV അൻവറിന്റെ സാന്നിധ്യം വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിക്കും. കാരണം പണ്ടൊക്കെ വലിയ വിവാദ വിഷയങ്ങളൊക്കെ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി നിലപാടെടുക്കാനും ഉച്ചത്തിൽ ആക്രോശിക്കാനും ഒക്കെ PV അൻവർ ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിനെതിരെ വല്ലാത്ത വിമർശന കൊടുങ്കാറ്റൊക്കെ നടത്തി നിലപാട് ന്യായീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ തന്നെ തിരിഞ്ഞു കൊത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന് മറുപടി നൽകണം. അതോടൊപ്പം ഭരണപക്ഷത്ത് നിന്നുള്ള MLA-യും ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നടത്തുകയാണെങ്കിൽ അതിന് മറുപടി നൽകുക എന്നുള്ളത് വലിയ പ്രതിരോധം തന്നെയായിരിക്കും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ രീതിയിൽ ഒരു പ്രതിരോധത്തിലാകുന്ന സാഹചര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഈ രീതിയിൽ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA, അത് നിയമസഭയിൽ ഇത്രയും കാലം ഭരണപക്ഷത്തിരുന്ന ഒരു MLA, നിയമസഭയിലാണെങ്കിലും ശരി പൊതുവിടങ്ങളിലാണെങ്കിലും ശരി CPM-നും മുഖ്യമന്ത്രിക്കുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിരോധം വയ്ക്കൊണ്ടിരുന്നൊരു MLA ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. ആ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ഫലമായി അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു വിഷയം ഉണ്ടാകുന്നു. പിന്നീട് പ്രതിപക്ഷ നിരയിലേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം മാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒരു വളരെ കൗതുകമുണ്ട്. ആ കൗതുകം തന്നെയാണ് നിയമസഭയിൽ PV അൻവറിന്റെ ഇരിപ്പിടം സംബന്ധിച്ച് എന്തായാലും ഉണ്ടാകുക. പക്ഷേ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ നിയമസഭാ സമ്മേളന കാലയളവിൽ PV അൻവർ ഏതെങ്കിലും രീതിയിൽ നിയമസഭയിൽ സംസാരിക്കാനുള്ള സാധാരണഗതിയിൽ അതിനുള്ള അലോട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ചർച്ചകൾ നടക്കുന്ന സമയത്ത് PV അൻവർ ഏതെങ്കിലും രീതിയിൽ സർക്കാരിനെതിരെ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചാൽ അത് വളരെ കൗതുകകരമായിരിക്കും. മിക്കവാറും ഈ പ്രതിപക്ഷം ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു പക്ഷേ PV അൻവറിനെ കോട്ട് ചെയ്ത് PV അൻവർ സഭയിലിരിക്കുന്ന സമയത്ത് ഇതേ വിഷയങ്ങൾ, അതായത് അൻവർ ഉന്നയിച്ച വിഷയങ്ങളാണ് ഇപ്പോൾ ADGP-ക്കെതിരെയുള്ള പ്രശ്നങ്ങളായാലും ശരി, തൃശ്ശൂർ പൂരം കലക്കലായാലും ശരി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായുള്ള P ശശിക്കെതിരെയുള്ള വിമർശനങ്ങളായാലും ശരി, ഇതെല്ലാം അതിൻ്റെ അനുരണനങ്ങളുടെ ഫലമായിട്ടാണ് ഈ PR വിവാദമാണെങ്കിലും എല്ലാം ഉണ്ടായത് എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സഭയിൽ നിന്ന് PV അൻവർ ഇരിക്കുന്ന സമയത്ത് തന്നെയായിരിക്കും ഈ വിഷയങ്ങളൊക്കെ ഒരുപക്ഷെ പ്രതിപക്ഷം ഉന്നയിക്കുക. അതിൽ PV അൻവറിനെ തന്നെ ആ സഭയിലേക്ക് അല്ലെങ്കിൽ ആ ചർച്ചകളിലേക്ക് പ്രതിപക്ഷം വലിച്ചിടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതൊക്കെ വളരെ രാഷ്ട്രീയ കൗതുകം നിറഞ്ഞ സാഹചര്യം ആയിരിക്കും എന്തായാലും സഭയിൽ സൃഷ്ടിക്കുക. എന്തായാലും നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഈ PR വിവാദവും മലപ്പുറം പരാമർശവും ഒക്കെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാനാണ് സാധ്യത. പിന്നീട് ദിവസങ്ങൾ ഓരോ ദിവസവും എന്തായാലും വിവാദ വിഷയങ്ങൾക്ക് നടുവിൽ 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഇന്നെന്തായാലും സഭ ആകില്ല. കാരണം ഇന്ന് വയനാട് ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ച് ആദ്യ ദിവസം സഭ പിരിയുകയാണ്. പക്ഷേ തിങ്കളാഴ്ച മുതൽ എന്തായാലും വലിയ വാദപ്രതിവാദങ്ങൾക്കും കൗതുകകരമായ കാഴ്ചകൾക്കുമൊക്കെ കേരള നിയമസഭ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.